ഗുരുജനങ്ങളെ, ഭാരതീയ നാടകവേദിക്ക് മഹത്തായ ഒരു പാരമ്പര്യമാണുള്ളത്. നമ്മുടെ ആചാര്യന്മാർ ദൃശ്യകലയെ നാട്യം, നൃത്തം, നൃത്യം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ നാട്യത്തിൽ ഉൾപ്പെടുന്നതാണ് നാടകം. നടിക്കാൻ അഥവാ അഭിനയിക്കാൻ യോഗ്യമായത് നാടകം. യവനിക ഉയരട്ടെ, ദീപിക തെളിയട്ടെ. ഇന്നത്തെ റേഡിയോ മിഠായി മലയാള നാടകത്തിന്റെ നാട്ടുവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഇതിനായി നമുക്ക് മുന്നിൽ നടക്കുന്നത് വിഴിഞ്ഞം സെന്റ് മേരീസ് എൽപേസിലെ കൂട്ടുകാരാണ്. കൂട്ടുകാരെ, നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ ഒപ്പമുണ്ട്. യവനിക ഉയരട്ടെ, ദീപിക തെളിയട്ടെ, കലയുടെ 1000 നൂപുരധ്വനികൾ നഭസിൽ വിടരട്ടെ. പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മിഠായിലേക്ക് സ്വാഗതം. നുണയാം, രസിക്കാം. ബാലരാമപുരം BRCയുടെ സ്വന്തം റേഡിയോ മിഠായി. ഭരതമുനിയൊരു കളം വരച്ചു, ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസർ കരുക്കൾ വച്ചു. ഭരതമുനിയൊരു കളം വരച്ചു, ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും, ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും നിഴലുകൾ നമ്മളല്ലേ. ഇണങ്ങും പിണങ്ങും ഇണവേർ പിരിയും നിഴലുകൾ നമ്മളല്ലേ. നിഴലുകളാടും കളം ഇതല്ലേ, നിഴലുകളാടും കളം ഇതല്ലേ. ആ ആ ഭരതമുനിയൊരു കളം വരച്ചു, ഭാസകാളിദാസർ കരുക്കൾ വച്ചു. ഭരതമുനിയൊരു കളം വരച്ചു. ഈ ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്നത് നാടകത്തട്ടകം നമുക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ ഉജ്ജ്വല നടൻ തിലകൻ എന്ന ഇതിഹാസത്തിന് മുൻപിലാണ്. ഇന്ന് ആശംസയുമായി എത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപുത്രനും അഭിനേതാവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീ ശോഭി തിലകൻ. റേഡിയോ മിഠായിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശോഭി തിലകൻ. ഈ കൊറോണ കാലത്ത് വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞു മനസ്സുകൾക്ക് ഒരു ചെറിയ ആശ്വാസമായി റേഡിയോ മിഠായിക്ക് തുടക്കം കുറിച്ച ബാലരാമപുരം BRCക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇന്ന് റേഡിയോ മിഠായി നാടക ദിനമായി ആചരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി. അതിലേറെ മനസ്സ് നിറഞ്ഞത് അത് മഹാനടനും എൻ്റെ അച്ഛനുമായ തിലകനെ അനുസ്മരിച്ചുകൊണ്ടാണെന്നറിഞ്ഞപ്പോഴാണ്. ഈ കഴിഞ്ഞ 24-ാം തീയതി എൻ്റെ അച്ഛൻ വിട പറഞ്ഞിട്ട് 8 വർഷം തികഞ്ഞു. 8 ആണ്ടുകൾക്കിപ്പുറവും അച്ഛൻ്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. റേഡിയോ മിഠായിയുടെ അണിയറ പ്രവർത്തകർക്കും അതിലുപരി റേഡിയോ മിഠായിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, ഒപ്പം എല്ലാ ആശംസകളും നേരുന്നു. നന്ദി സർ. തിലകൻ എന്ന മഹാനടന്റെ അഭിനയം തിലകക്കുറിയാക്കിയ ഒട്ടേറെ നാടകങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. രശ്മി, മണ്ണ്, ശരശയ്യ, 3 പെണ്ണുങ്ങളും കുറെ നാട്ടുകാരും, കണ്ണാടി, നീലക്കടൽ, തീ, സോഷ്യലിസം, ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട് തുടങ്ങിയവ. അദ്ദേഹം തന്റെ കലാജീവിതം തുടങ്ങിയത് നാടകങ്ങളിലൂടെ തന്നെയാണ്. നാടകാഭിനയം മാത്രമല്ല, വിപ്ലവ ഗാനാലാപനം കൂടി പതിവായിരുന്നു. PJ ആന്റണി എന്ന അഭിനയ പ്രതിഭയുടെ ഞങ്ങളുടെ മണ്ണാണ് എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നാടക സംവിധാന രംഗത്തേക്ക് കടക്കുന്നത്. KPSC, കാളിദാസ കലാകേന്ദ്ര, ചങ്ങനാശ്ശേരി ഗീത എന്നീ സമിതികളിലും പ്രവർത്തിച്ചു. SL പുരം സദാനന്ദൻ രചിച്ച നാടകമാണ് കാട്ടുകുതിര. 1980-കളിൽ അവതരിപ്പിക്കപ്പെട്ട പ്രശസ്തമായ നാടകങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
ദിയ, രാജൻ പി ദേവ് അഭിനയിച്ച് അനശ്വരമാക്കിയ കൊച്ചുബാവയെ അഭ്രപാളിയിൽ അമരത്വം നൽകി നമുക്ക് സമ്മാനിച്ചത് തിലകൻ എന്ന അഭിനയ കുലപതിയാണ്. കൂട്ടുകാരെ, നാടക ചരിത്രം വഴിയെ വരുന്നുണ്ട്. ഒരു പാട്ട് കേട്ടിട്ടാവാം അല്ലേ? ഇതിനായി എത്തിയിട്ടുണ്ട് നിയ നെൽസൺ. പഞ്ചതന്ത്രം കഥ പറയാം, പണ്ട് മുത്തശ്ശിയമ്മ പറഞ്ഞ കഥ. ഇളീളങ്കാട്ടിൽ പുഴയോരത്ത് തപസ്സിരുന്നൊരു പുള്ളിക്കുരങ്ങൻ. പഞ്ചതന്ത്രം കഥ പറയാം, പണ്ട് മുത്തശ്ശിയമ്മ പറഞ്ഞ കഥ. ഇളീളങ്കാട്ടിൽ പുഴയോരത്ത് തപസ്സിരുന്നൊരു പുള്ളിക്കുരങ്ങൻ. മഹാരോഗത്തെ മഹാഭയത്തിൽ ഒതുക്കിയ കാലം. കുഷ്ഠരോഗ ഭീതിക്കെതിരെ ഒരു നാടകം. ശ്രീ തോപ്പിൽ ഭാസിയുടെ നാടക ജീവിതത്തിലെ നാഴികക്കല്ലാണ് അശ്വമേധം എന്ന നാടകം. ഇതാ അതിൽ നിന്നൊരു ഗാനവുമായി എത്തുന്നു അക്യുലിന്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വീഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്രി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങൾ പുകയുമ്പോൾ, അഴലിൻ പഞ്ചാഗ്രി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങൾ പുകയുമ്പോൾ, തൊഴുകൈ കുടം വീഴും ആത്മാവിനെത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. തൊഴുകൈ കുടം വീഴും ആത്മാവിനെത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. മലയാളത്തിലെ ആദ്യ നാടക വിവർത്തന കൃതി കല്ലൂർ ഉമ്മൻ പീലിപ്പോസിന്റെ ആൾമാറാട്ടമാണ്. ഇതിനാധാരമായ കൃതി ഏതാണ്? ഷേക്സ്പിയർ കൃതിയായ കോമഡി ഓഫ് എറേഴ്സ്. കേരളവർമ്മ വല്യകോയി തമ്പുരാന്റെ അഭിജ്ഞാന ശാകുന്തളം വിവർത്തനത്തെ രണ്ടാമത്തെ നാടക കൃതിയായി കണക്കാക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഗീത നാടകങ്ങൾ കേരള നാടകങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഇതിനെന്തോ പറയാനുണ്ട്. തമിഴ് നാടക സംഘങ്ങളുടെ സ്വാധീനം. തമിഴ് നാടകങ്ങളെ അനുകരിച്ചാണ് കേരളത്തിൽ ആധുനിക നാടകവേദിക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്ക് കിട്ടിയ ഈ സംഗീത നാടകങ്ങളുടെ സ്വാധീനം ഏറ്റവും അധികം കാണുന്നത് KC കേശവപിള്ളയുടെ സദാരാമ എന്ന നാടകത്തിലൂടെയാണ്. സദാരം എന്ന തമിഴ് നാടകത്തെയാണ് സദാരാമ എന്ന പേരിൽ അദ്ദേഹം മാറ്റി എഴുതിയത്. ഇനിയും ചരിത്രം തുടരാനുണ്ട്. പക്ഷേ ഹന്ന എന്ന കിലുക്കാമ്പെട്ടി ഒരു പാട്ടുമായി എത്തിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? ചെപ്പു കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, ചെപ്പു കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ. മിന്നണതെന്താണ് ഏയാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല, മിന്നണതെന്താണ് ഏയാ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. ചെപ്പു കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, ചെപ്പു കിളിക്കണ ചെങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ. സംസ്കൃത നാടക വിവർത്തനങ്ങൾ, ഇംഗ്ലീഷ് നാടക വിവർത്തനങ്ങൾ എന്നിവയ്ക്കൊപ്പം സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന മലയാള നാടകങ്ങൾ വ്യക്തികളെ ബോധവാന്മാരാക്കി. പ്രഹസനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.
ചന്ദ്രമുഖി വിലാസം ഇതിന് ഉദാഹരണമാണ്. കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, കതിരണിപ്പാടത്ത് വെയിൽ മൂത്ത നേരത്ത് കുളിരും കൊണ്ടോടിവാ കാറ്റേവാ, കതിരണിപ്പാടത്ത് വെയിൽ മൂത്ത നേരത്ത്. നാടകങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് മറുപടിയായിരുന്നു മുൻഷി രാമക്കുറുപ്പിന്റെ ചക്കീചങ്കരം. വീക്ഷിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. E.V. കൃഷ്ണപിള്ള, T.N. ഗോപിനാഥൻ നായർ, N.P. ചെല്ലപ്പൻ നായർ, K. ദാമോദരൻ, മലയാള നാടകത്തിന്റെ ഇബ്സൺ N. കൃഷ്ണപിള്ള, J. ശങ്കരപ്പിള്ള, തിക്കൊടിയൻ, K. T. മുഹമ്മദ്, C.J. തോമസ്, പ്രേംജി, N.N. പിള്ള, മടവൂർ ഭാസി തുടങ്ങിയവർക്കൊപ്പം O. മാധവൻ, പിരപ്പൻകോട് മുരളി, N.P. മുഹമ്മദ്, ബഞ്ഞാറമൂട് രാമചന്ദ്രൻ, സതീഷ്, സംഘമിത്ര തുടങ്ങിയവർ നാടകരംഗത്തെ പുഷ്കരമാക്കി. മലയാള ചലച്ചിത്രത്തെ കഥ പറഞ്ഞു പറഞ്ഞു വിസ്മയിപ്പിച്ച ലോഹിതദാസ്, ബെന്നി പി നായരമ്പലം, ചെറുന്നിയൂർ ജയപ്രസാദ് തുടങ്ങിയവരും നെയ്യാറ്റിൻകരയുടെ സ്വന്തം നാടക കഥാകാരൻ വെൺപകൽ ഹരിയും മലയാളികളുടെ മനസ്സിലെ നാടകദീപത്തെ കെടാതെ സൂക്ഷിച്ചവരാണ്. തുമ്പി തുമ്പി വാവാ, ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ, തുമ്പി തുമ്പി വാവാ, ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ, പട്ടുറുമാലും കെട്ടി ഒരു പച്ച കമ്പിളി ചുറ്റി, എത്ര കാടുകൾ എത്ര നാടുകൾ ഇത്ര നാളും കണ്ടു, തുമ്പി തുമ്പി വാവാ, ഈ തുമ്പത്തണലിൽ വാവാ, തുമ്പത്തണലിൽ വാവാ. കുട്ടികൾക്കായും ഒരു നാടകവേദിയുണ്ട്. കുട്ടികളുടെ നാടകവേദി യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം വഹിച്ചവരിൽ പ്രമുഖൻ ശ്രീജി ശങ്കരപ്പിള്ളയാണ്. തിരുവനന്തപുരത്തെ നമ്മുടെ നാടകവേദിയുടെ പേര് രംഗപ്രഭാത് എന്നാണ്. ഇതിന് ചുക്കാൻ പിടിച്ചത് കൊച്ചുനാരായണപിള്ള സാറാണ്. കറുകരക്കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും പൂർത്തേ, കറുകരക്കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും പൂർത്തേ. ജി ശങ്കരപിള്ള, കാവാലം നാരായണ പണിക്കർ, CN ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ തനതു നാടകവേദിയുടെ വക്താക്കളായും പ്രചാരകരായും രംഗത്തു വന്നു. ജിഗി ജിഗി തക്കം തെയ്യേ, ജിഗി ജിഗി തക്കം തെയ്യേ, ജിഗി ജിഗി തക്കം തെയ്, ജിഗി ജിഗി തക്കം തെയ്, ജിഗി ജിഗി തക്കം തെയ്. കേൾക്കും തോറും കരിമ്പിന്റെ മധുരമാണല്ലോ നാടക ചരിത്രത്തിന്. മാധുര്യം നിറഞ്ഞ ഒരു പാട്ടുമായി ഇതാ മേരി നിഹാരിയ. എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ.
നാടാകെ ചൊല്ലണ നാട്ടാരും ചൊല്ലണ കാടാണി കരളിലെന്ന് കൊടുങ്കാടാണി കരളിലെന്ന് എല്ലാരും ചൊല്ലണ കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്യാണി നെഞ്ചിലെന്ന്. അനന്ത ചേട്ടാ, കൂട്ടുകാർക്ക് പോകാൻ സമയമായി. നാടക ചരിത്രം തൽക്കാലത്തേക്ക് നിർത്തിയാലോ? ഒരു നാടൻ പാട്ട് കൂടി കേട്ടിട്ട് നിർത്താം. ഇതിനായി നിഖിതയും കൂട്ടുകാരും എത്തിയിട്ടുണ്ട്. കൂട്ടുകാരുടെ സാരഥിയുടെ വാക്കുകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ ബാലരാമപുര ഉപജില്ലയിലെ 65 വിദ്യാലയങ്ങളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി അവരുടെ സർഗശേഷികൾ വികസിപ്പിക്കുന്ന റേഡിയോ മിഠായിയിലൂടെ മധുരം വിളമ്പാൻ വിഴിഞ്ഞം സെൻറ് മേരീസ് LP സ്കൂളിന് അവസരം ലഭിച്ചതിൽ സന്തോഷം. മലയാളത്തിലെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ 1866 കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ഷേക്സ്പിയർ കൃതിയിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ ആൾമാറാട്ടമാണ് മലയാളത്തിലെ ആദ്യ നാടകകൃതി. എങ്കിലും വലിയ കോയിത്തമ്പുരാൻ്റെ ശാകുന്തളമാണ് മലയാള നാടകവേദിയിൽ ഹരിശ്രീ കുറിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ആയിരക്കണക്കിന് നാടകകൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നാടകവേദികളിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. നാടകങ്ങളിലൂടെ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും മാധുര്യമേറുന്നത് നാടകഗാനങ്ങൾ തന്നെയാണ്. വയലാറിലൂടെയും ദേവരാജൻ മാസ്റ്ററിലൂടെയും KPACയുടെയും എത്രയെത്ര മറക്കാനാവാത്ത ഗാനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇന്നും നമ്മുടെ നാവുകളിൽ തത്തിക്കളിക്കുന്ന ആ മനോഹര ഗാനങ്ങൾ നന്നായി അവതരിപ്പിച്ച വിഴിഞ്ഞം സെൻറ് മേരീസ് LP സ്കൂളിലെ എൻ്റെ കുരുന്നുകൾക്ക് അഭിനന്ദനങ്ങൾ. ഇതിനവസരം തന്ന ബാലരാമപുരം BRC BPO പ്രിയ അനീഷ് സാറിനും കൂട്ടർക്കും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി സർ. സരസം ഉജ്ജ്വലം റേഡിയോ മിഠായി.